ഹലോ മക്കളെ, അപ്പൊ മിസ് എന്ന് വന്നിരിക്കുന്നത് നമ്മുടെ +1 മാത്തമാറ്റിക്സിലെ ചാപ്റ്റർ നമ്പർ 11 ഇൻട്രൊഡക്ഷൻ ടു 3-dimensional ജോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്റർ ആയിട്ടാണ്. ഇന്ന് ഈ ഒരു ഒറ്റ വീഡിയോയിൽ നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എൻറ്റയർ കോൺസെപ്റ്റ് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? യെസ്. അപ്പൊ നമ്മുടെ പേരെന്താണ്? ഇൻട്രൊഡക്ഷൻ ടു 3-dimensional ജോമെട്രി. അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് 3 ഡയമെൻഷനെ കുറിച്ചാണ് അല്ലെ. അപ്പൊ നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്നതാണ് നമ്മുടെ 2 ഡയമെൻഷൻ. നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്ന ഒരു സംഭവമാണ്. നമുക്കറിയാം നമ്മുടെ 2 ഡയമെൻഷനകത്ത് നമുക്ക് 2 ആക്സിസുകൾ കാണും. എക്സ് വൈ എന്ന് പറയുന്ന 2 ആക്സിസുകൾ കാണും. എന്നാൽ നമ്മുടെ 3 ഡയമെൻഷനിലേക്ക് വരുമ്പോഴോ യെസ് 3 ആക്സിസുകൾ കാണും. അതായത് എക്സ് വൈ 2 ആക്സിസ്. ഇത് കൂടാതെ നമുക്ക് ഒരു പുതിയ ആക്സിസ് വരും. ഏതാണ്? യെസ്, ഇസഡ് എന്ന് പറയുന്ന പുതിയൊരു ആക്സിസും കൂടെ വരും. ഓർത്തോണം, 3-dimensional ജോമെട്രിയിൽ 3Dക്ക് നമുക്ക് എത്ര ആക്സിസാ ഉള്ളത്? 3 ആക്സിസ് ഉണ്ട്. ഏതൊക്കെയാണ്? എക്സ് വൈ ഇസഡ്. ഇനി നോക്കിയേ, നമ്മൾ എപ്പോഴും കളിക്കുന്ന ഒരു ഗെയിമാണ് നമ്മുടെ റുബിക്സ് ക്യൂബ് അല്ലെ. അപ്പൊ ഇത് എന്ന് പറയുന്നത് ഒരു 3 ഡയമെൻഷൻ ആണ്. ആ മിസ് എങ്ങനെ പറഞ്ഞാൽ സ്പേസ് ഇരിക്കുന്ന ഈ ഒരു ഒബ്ജക്റ്റിന് നമ്മൾ നോക്കിയേ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 3 ആക്സിസ്. ഇവിടെ നോക്കിയേ, അതെ എക്സ് അതെ, ഇവിടെ നിന്ന് വരുന്ന വൈ കണ്ടോ, വൈ അതെ. മിസ് പണ്ടേ വരയ്ക്കുന്ന കാര്യത്തിൽ പുറകോട്ടായതുകൊണ്ട് മിസ് വരയ്ക്കുന്നതൊക്കെ ക്ലിയർ ആകുമോ ഇത്? യെസ്, അതെ 3 ആക്സിസ് എക്സ് വൈ ഇസഡ്. നമ്മ ജയിച്ചിട്ടോമാരാ, സെറ്റാക്കി. അപ്പൊ നോക്കിയേ 3 ആക്സിസ് വന്നു അല്ലെ. അപ്പൊ നോക്കിക്കോണം, ഇത് 3 ഡയമെൻഷനിലാണ്. എന്നാ മിസ് ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ വരട്ടെ. ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന റൂമിന്റെ സൈഡിൽ ഒരു കോർണർ കാണൂല, കോർണറിലേക്ക് ഒന്ന് നോക്കിക്കേ. കണ്ടേ, മേലിൽ നിന്ന് വരുന്ന ഈ ഒരു ലൈന് കണ്ടേ, 3 ആക്സിസ്. സെറ്റ് അല്ലേ മക്കളെ? എക്സ് വൈ സെഡ്. ഇപ്പൊ നോക്കിയേ, ഇതാണ് 3 ഡയമെൻഷൻ. 3 ഡയമെൻഷനകത്ത് എന്താണ്? 3 ആക്സിസ് ഉണ്ട്. ഏതൊക്കെയാണ്? എക്സ് വൈ ഇസഡ്. അപ്പൊ നോക്കിക്കോണം, ഇപ്പൊ നമ്മൾ 3 ആക്സിസ് പറഞ്ഞു. അപ്പൊ നമ്മളോട് പറയാണ് കണ്ടോ, ഈ എക്സ് ഇസഡ് എന്നാണ് ഇതിന് ഈ സെന്ററിന് നമ്മൾ വിളിക്കുന്നത് ഒ, ഒറിജിന് ഒ എന്ന് നമ്മൾ വിളിക്കും. അപ്പം ഇതിന് ഓരോ പ്ലെയിനുകളുണ്ട്. അപ്പൊ ആദ്യത്തെ പ്ലെയിൻ ഏതാണെന്നുണ്ട്? എക്സിൽ നിന്നും ഇസഡിനിടയ്ക്ക്. അപ്പൊ ഈ ഒരു സ്പേസിന് നമ്മൾ വിളിക്കുന്നതാണ് എന്താണ്? എക്സ് ഇസഡ് പ്ലെയിൻ എന്ന് വിളിക്കും. അല്ലെങ്കിൽ നമുക്ക് എന്താ വിളിക്കുന്നത്? എക്സ് ഒ ഇസഡ് അല്ലെങ്കിൽ ഇസഡ് ഒ എക്സ് എന്നും നമുക്കിതിനെ വിളിക്കാൻ പറ്റും. ദെൻ ഇവിടെ നോക്കിയേ, ഈ ഒരു ഏരിയ ആണെങ്കിലോ, അതാണ്ട് ഈ ഒരു ഏരിയ ആണെങ്കിൽ ഇതെന്താണ്? വൈ ഇസഡ് പ്ലെയിൻ അല്ലേ, വൈ ഇസഡ് പ്ലെയിൻ ആണ്. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? വൈ ഒ ഇസഡ് എന്ന് കൊടുക്കാം, വൈ ഒ ഇസഡ് എന്ന് കൊടുക്കാം. ഇനി നോക്കി, ഈ ഒരു പ്ലെയിൻ ആണെങ്കിലോ അതാണ്ട് എക്സ് വൈ പ്ലെയിൻ. അതിന് നമുക്ക് എങ്ങനെ കൊടുക്കാം? എക്സ് ഒ വൈ എന്നും നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ ഒറിജിന് ഒ കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യും അല്ലെ. അപ്പൊ നോക്കിക്കോണം, നമ്മൾ നേരത്തെ ഒരു ക്വാഡ്രൻസ് എന്തൊക്കെയാണെന്ന് പിടിച്ചായിരുന്നു അല്ലെ. ഒരു പ്ലെയിനെ നമ്മൾ 4 ആയിട്ട് തിരിക്കുന്നത് ക്വാഡ്രൻസ് അല്ലെ. നോക്കിയേ, 4 ക്വാഡ്രൻസ് ഉണ്ട്. 1 2 3 4 എണ്ണം ഉണ്ട്. അതിന്റെ ഒറിജിനെ നമ്മൾ നമ്മൾ എന്താ 2 0 0 എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യും. എന്നാൽ നമ്മുടെ 3 ഡയമെൻഷന്റെ കേസിലേക്ക് വരുമ്പോഴല്ലോ നമ്മൾ ഇതിനെ 8 ആയിട്ടാണ് തിരിക്കുന്നത്. അതാണ് 8 പാർട്ടുകളായിട്ടാണ് തിരിക്കുന്നത്. ഈ 8 പാർട്ടുകളായിട്ട് തിരിക്കുന്ന ഇതിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ഒക്ടൻസ്. എന്താണ്? ഒക്ടൻസ്. 3 coordinate planes divide the space into 8 part known as octants. എന്താണ്? ഒക്ടൻസ് എന്ന് നമ്മൾ വിളിക്കും. ഇനി മിസ് അപ്പൊ ഇതിന്റെ ഒരു 3D ഇമേജ് കൊടുത്തേക്കെന്നാണെന്നുണ്ട്. നോക്കിയേ, ഇതൊരു പ്ലെയിന്, ഇതൊരു പ്ലെയിന്, ഇത് കണ്ടോ, ഇതൊരു പ്ലെയിന്, ദെൻ ഇതൊരു പ്ലെയിന്. ഇതിങ്ങനെ ഓരോ പ്ലെയിൻ കണ്ടോ. മിസ് അതിന്റെ ഒരു ക്ലോസ്ഡ് പിക്ക് കാണിച്ചു തരാം. നോക്കിയേ, ഈ ഒരു ഇമേജ് കണ്ടോ, അതാണ്ടേ എക്സ് ഇസഡ് പ്ലെയിനും വൈ ഇസഡ് പ്ലെയിനും എക്സ് വൈ പ്ലെയിനും ഒക്കെ. അതെ, ഇത് ഏത് പ്ലെയിനാ? ഇത് വൈ ഇസഡ് പ്ലെയിന്. ഇതോ? ഇത് എക്സ് വൈ പ്ലെയിന്. ഇനി ഇതാണെങ്കിലോ എക്സ് ഇസഡ് പ്ലെയിന്. നോക്കണം, ഈ ഓരോ പ്ലെയിനും ഓരോ സൈനുകൾ ഉണ്ട്. 8 എണ്ണം ഇല്ലേ? 8 എണ്ണത്തിലും ഓരോ സൈനുകളുണ്ട്. ഈ സൈനുകൾ ഏതൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം. എന്നാലും ആ ഒരു ഇമേജിന്റെ കൂടെയുള്ള സൈന് നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കാം, പഠിക്കാം. നമ്മളത് പഠിച്ചിട്ടേ പോവുള്ളൂ. ദെൻ അപ്പൊ നോക്കിക്കോണം, ഇനി ഈ കോർഡിനേറ്റ്സിനെ എല്ലാം നമുക്കൊന്ന് നെയിം ചെയ്യുന്ന എങ്ങനെയാ നോക്കിയാലോ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒറിജിൻ ഒ. അപ്പൊ നമുക്കറിയാം എക്സ് വൈ ഇസഡ് 3 ആക്സിസ് ഉണ്ട്. ഈ ഒറിജിനിൽ ഈ 3 എണ്ണം എന്തായിരിക്കും? 0 ആയിരിക്കും. എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി നോക്കിയേ, ഈ എക്സ് പ്ലെയിനിലാണ് ഒരു പോയിന്റ് വരുന്നെങ്കിൽ, എക്സ് ആക്സിസിലാണ് ഒരു പോയിന്റ്
വരുന്നതെങ്കിൽ, എക്സ് ആക്സിസിലാണ് ഒരു പോയിന്റ് വരുന്നതെങ്കിൽ നോക്കിക്കോണം, എക്സ് എന്തായിരിക്കും അവിടെ, എക്സ് ആക്സിസിലാണ് ഒരു പോയിന്റ് വരുന്നതെങ്കിൽ എക്സ് ദെൻ വൈയും ഇസഡും എന്തായിരിക്കും, വൈയും ഇസഡും 0 ആയിരിക്കും. അതായത് മിസ് ഇവിടെ ഒന്നുകൂടെ എഴുതാം, എക്സ് ആക്സിസിലാണ് പോയിന്റ് എങ്കിൽ വൈയും ഇസഡും 0 ആയിരിക്കും. ഇനി വൈ ആക്സിസിലാണ് പോയിന്റ് എങ്കിലോ എക്സും ഇസഡും 0 ആയിരിക്കും. ഇനി ഇസഡ് ആക്സിസിലാണ് പോയിന്റ് എങ്കിലോ വൈയും എക്സും 0 ആയിരിക്കും. ഇനി വേറൊരു പറയാം, ഇനി നമ്മുടെ അടുത്ത് പറയണ ഇതുണ്ട്, വൈ ഇസഡ് പ്ലെയിനിലാണ് ഒരു പോയിന്റ്. വൈ ഇസഡ് പ്ലെയിനിലാണെങ്കിൽ നോക്കിക്കോണം, ഇവിടെ ഇല്ലാത്തത് ആരാ മക്കളെ, എക്സ് അല്ലേ, അപ്പൊ എക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി എക്സ് വൈ പ്ലെയിൻ ആണെങ്കിലോ, എക്സ് വൈ പ്ലെയിനിൽ ഇല്ലാത്ത ആരാണ്, ഇസഡ് അല്ലേ, അപ്പൊ ഇസഡ് 0 ആയിരിക്കും. ഇനി നോക്കിയേ, ഇനി ഏതാ വേറെ വന്നതേ, എക്സ് ഇസഡ് പ്ലെയിന്, എക്സ് ഇസഡ് പ്ലെയിനിലോ, എക്സ് ഇസഡ് പ്ലെയിനില് ഇല്ലാത്ത ആരാ, ദെൻ വൈ അല്ലേ, അപ്പൊ വൈ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പം ഇത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഓക്കെ, ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. അപ്പം നമ്മൾ നേരത്തെ പിന്നെ സൈനുകളാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ക്വാഡ്രൻസിന്റെ സൈൻ ഏതൊക്കെയായിരുന്നു, യെസ് എക്സ് വൈയുടെ സൈൻ ഏതൊക്കെയായിരുന്നു, അതായത് ഇവിടെ രണ്ടും പോസിറ്റീവ് ആയിരുന്നു. ഫസ്റ്റില്, സെക്കൻഡിലോ പോസിറ്റീവ് നെഗറ്റീവും, തേർഡില് നെഗറ്റീവ് നെഗറ്റീവും, ഫോർത്തില് പോസിറ്റീവും നെഗറ്റീവും ആയിരുന്നു. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ ഇതിന്റെ സൈനല്ല പഠിക്കാൻ പോകുന്നത്, ഒക്ടൻസിന്റെ സൈനാണ്. ഒക്ടൻസിന്റെ സൈൻ നോക്കിയാലോ, യെസ് ഇതിന്റെ ഓരോന്നിന്റെയും ഒക്ടൻസിന്റെ സൈന് ഇവിടെ നോക്കിയേ, നമുക്ക് കണ്ട് ഇങ്ങനെ കുറെ സൈൻ തന്നിട്ടുണ്ട്. മിസ് ഈ സൈൻ എല്ലാം എങ്ങനെ ഓർത്തിരിക്കാൻ പറ്റും, എളുപ്പം ഒരു വഴി പറഞ്ഞു തരട്ടെ. ഇവിടെ ആദ്യം നോക്കണം, ആദ്യം നമ്മൾ ഡി നോക്കിക്കേ, ഇസഡ് നോക്കിക്കേ, ഇസഡിന്റെ ആദ്യത്തെ 4 പോസിറ്റീവാണ്, ആദ്യത്തെ 4 പോസിറ്റീവാണ്. അവസാനത്തെ 4 നെഗറ്റീവാണ്. അപ്പൊ നോക്കിയേ, ആദ്യത്തെ 4 പോസിറ്റീവാണ്, അവസാനത്തെ 4 നെഗറ്റീവുമാണ്. ഇനി എക്സിന്റെ വൈയുടെ നോക്കി, എക്സിന്റെ വൈയുടെ കേസിൽ മിസ് പറയണ ഈ ആദ്യത്തെ 4 നിങ്ങൾ പഠിച്ചാൽ മതി. അതെന്താ മിസ് ആദ്യത്തെ 4 മാത്രം പഠിച്ചാൽ മതി? അത് ഇവിടെ നോക്കണം, ആദ്യത്തെ 4 ആദ്യത്തെ നോക്കിയേ, എക്സിന്റെ കാര്യം നോക്കിയേ, എക്സ് ആദ്യത്തേതിലും 4ാമത്തേലും പോസിറ്റീവും, നടുക്കത്തെ 2 നെഗറ്റീവ്. എന്നാൽ വൈയോ, വൈ ആദ്യത്തെ 2 പോസിറ്റീവും 3, 4 നെഗറ്റീവാണ്. മക്കളെ ഇത് തന്നെയാണ് ദണ്ടേ ഇവിടെയും വരുന്നത്. അതായത് പോസിറ്റീവ് പോസിറ്റീവ്, നടുക്ക് 2 നെഗറ്റീവ്, ആദ്യത്തെ 2 പോസിറ്റീവ്, നെഗറ്റീവ് നെഗറ്റീവ്. അപ്പൊ എന്ത് ആദ്യം പഠിച്ചാൽ മതി, യെസ് എക്സിന്റെയും വൈയുടെയും കേസില് ആദ്യത്തെ 4 സൈനുകൾ നന്നായിട്ട് പഠിച്ചാൽ മതി. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് എന്താ, യെസ് ഇസഡിന്റെ കേസാണ്. ഇസഡിന്റെ ആദ്യത്തെ 4 ആള് പോസിറ്റീവ് ആണ്, അവസാനത്തെ 4 നെഗറ്റീവും ആണ്. ഇന്ന് നോക്കിയേ, മിസ് അതങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു ക്വസ്റ്റിനോട് തന്നെ കാണിച്ചു തരാം. നെയിം ദ ഒക്ടൻസ് ഇൻ വിച്ച് ദ ഫോളോയിങ് പോയിന്റ്സ് ലൈ. ഇപ്പൊ ഈ തന്നിരിക്കുന്ന പോയിന്റ് ഏത് ഒക്ടന്റിലാണ് ഉള്ളതെന്ന് നമ്മളടുത്ത് നോക്കാൻ ചോദിച്ചേക്കാണ്. അപ്പൊ നോക്കിയേ, 2, 1, 2, 3. എടാ മക്കളെ, എക്സും വൈയും ഇസഡും ഇവിടെ എന്താ പോസിറ്റീവ് ആണ്. അപ്പൊ നമ്മൾ ആദ്യം ആരെ നോക്കണം, ആദ്യം നമുക്ക് ഇസഡിനെ നോക്കാം. ആദ്യത്തെ 4 അവസാനത്തെ 4 വരുന്നതെന്ന് ആരെ നോക്കിയാൽ നമ്മൾ മനസ്സിലാക്കുന്നത്, ഇസഡിനെ നോക്കിയാൽ മനസ്സിലാക്കുന്നത്. ഇസഡ് ഇവിടെ പോസിറ്റീവ് ആണ്. ഇസഡ് ഇവിടെ പോസിറ്റീവ് ആകുന്നത് ഏത് കേസിലാണ്, ആദ്യത്തെ 4 കേസിലാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി ഈ പോയിന്റ് ആദ്യത്തെ 4 ഒക്ടൻസിലായിരിക്കും വരുന്നത്. ഇനി നോക്കിയേ, എക്സും വൈയും ഇവിടെ പോസിറ്റീവ് ആണ്. അപ്പൊ ആദ്യത്തെ 4 എക്സും വൈയും പോസിറ്റീവ് ആവുന്ന കേസ് ഏതാണ്, യെസ് ഫസ്റ്റ് ഒക്ടന്റ് അല്ലേ. അപ്പൊ ഇത് ഏതിൽ വരും, ഇവിടെ ഇത് ഫസ്റ്റില് വരും അല്ലെ, ഇത് ഫസ്റ്റില് വരും. ഇനി അടുത്ത പോയിന്റ് നോക്കിയേ, ഇസഡ് ആദ്യം നമ്മൾ നോക്കണം. ഇസഡ് ഏതാണ്, ഇസഡ് 3 ആണ്, പോസിറ്റീവ് ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായി ആദ്യത്തെ 4 ഒക്ടൻസിലായിരിക്കും ഇസഡ് പോസിറ്റീവ് ആയതുകൊണ്ട് ഈ പോയിന്റ് വരുന്നത്. ഇനി ആരെ നോക്കണം, ഇനി നമുക്ക് എക്സിനെ വൈനെ നോക്കണം. എക്സ് ഇവിടെ പോസിറ്റീവും വൈ ഇവിടെ നെഗറ്റീവും ആണ്. അപ്പൊ ഫസ്റ്റ് 4 ഒക്ടൻസിലെ എക്സ് പോസിറ്റീവും വൈ നെഗറ്റീവ് ആവുന്ന കേസ് ഏതാണ് നോക്കിക്കേ. എക്സ് പോസിറ്റീവ് ആവുന്നതും നെഗറ്റീവ് ആവുന്നത് ഏത് കേസാ, 4ാമത്തേലാണ് അല്ലെ. അപ്പൊ നോക്കിയേ, ഇത് ഏതിൽ വരും, 4th ഒക്ടന്റിലായിരിക്കും ഈ പോയിന്റ് വരുന്നത്. ഇനി അടുത്ത പോയിന്റ് നോക്കിയേ, 4 - 2 - 5. ഇവിടെ നോക്കിക്കോണം, ആദ്യം നമ്മൾ ആരെയാണ് കൺസിഡർ ചെയ്യേണ്ടത്, ഇസഡിനെയാണ്. ഇസഡ് ഇവിടെ എന്താണ്, ഇസഡ് ഇവിടെ നെഗറ്റീവ് ആണ്, -5 ആണ് അല്ലെ, -5 ആണ് വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി ആദ്യത്തെ 4 അവസാനത്തെ 4 ഒക്ടൻസിലാണ് ഈ പോയിന്റ് വരുന്നതെന്ന്. അപ്പം ഇനി നോക്കിയേ,
എക്സ് പോസിറ്റീവും വൈ നെഗറ്റീവും ആണ്. അപ്പൊ എക്സ് പോസിറ്റീവും വൈ നെഗറ്റീവ് ആകുന്ന അവസാനത്തെ 4 ഒക്ടൻസിന് ഏത് ഇതിലാ? ഇനി ഇതിൽ നോക്കണം. ഇതില് എക്സ് പോസിറ്റീവും വൈ നെഗറ്റീവും നോക്കിയേ 8th അപ്പൊ നോക്കണം ഈ പോയിന്റ് വരുന്ന ഇതിലാ മക്കളെ? യെസ്, 8th ഒക്ടന്റിലാണ്. അപ്പൊ നോക്കിയേ ഇനി നമ്മൾ പോയിന്റ് ചെയ്ത് ഒക്ടന്റിലാണ് കിടക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ പഠിച്ചല്ലോ അവരുടെ സയൻസ് വെച്ച്. ദെൻ അടുത്ത് നോക്കിയേ, ഇത് നമ്മൾ നേരത്തെ ചെയ്ത ഒരു പ്രോബ്ലം തന്നെയാണ്. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ നമ്മൾ കോൺസെപ്റ്റ് ആയിട്ട് പറഞ്ഞു പോയ പ്രോബ്ലം ആണ്. നോക്കിയാലോ. ദെൻ എ പോയിന്റ് ഈസ് ഓൺ ദി എക്സ് ആക്സിസ്. എക്സ് ആക്സിസിൽ പോയിന്റ് വന്നു കഴിഞ്ഞാൽ വൈയും ഇസഡും എന്താന്നാ മിസ് പറഞ്ഞേ? വൈ ഈക്വൽ ടു 0യും ഇസഡ് ഈക്വൽ ടു 0 ആയിരിക്കും. വാട്ട് ആർ ഇറ്റ്സ് വൈ ആൻഡ് ഇസഡ് കോർഡിനേറ്റ്? അപ്പൊ എന്താ വരുന്നത്? എക്സ് 0 0 എന്ന് നമുക്ക് വരും അല്ലേ? സിമ്പിൾ കേസ് അല്ലേ? ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതും നമ്മൾ നേരത്തെ നോക്കിയത് തന്നെയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പോയിന്റ് ലൈസ് ഓൺ വൈ ഇസഡ് പ്ലെയിൻ? മക്കളെ, വൈ ഇസഡ് പ്ലെയിനിൽ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ നോക്കി, ഇവിടെ ആരാ ഇല്ലാത്തത്? എക്സ് അല്ലേ ഇല്ലാത്തത്? എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് 0 ആയിരിക്കും. അപ്പൊ നോക്കി, ഇവിടെ വരുന്നത് 0 വൈ ഇസഡ് എന്നായിരിക്കും നമുക്ക് ഇത് വരുന്നത്, പോയിന്റ് വരുന്നത്. 0 വൈ ഇസഡ് എന്നായിരിക്കും നമുക്ക് പോയിന്റ് വരുന്നത്. ഈ ഫോമില് ഉള്ള പോയിന്റ് ഏതാന്ന് നോക്കിക്കേ. ഇത് കണ്ടോ, ഇവിടെ x1 ആണ്, അപ്പൊ അത് വരില്ല. ഇവിടെ x1 ആണ്, വരില്ല. x3 ആണ്, അപ്പൊ ഇത് 3ഉം വരില്ല. 4ാമത്തെ കേസ് നോക്കിയേ, x0 കിടക്കുന്നു, y 1 z 2. അപ്പൊ നോക്കിയേ, ഈ ഒരു പോയിന്റിലെ നമ്മുടെ ആൻസർ വരുന്നത്. യെസ്, നമ്മുടെ 4ാമത്തെയാണ് നമ്മുടെ ആൻസർ വരുന്നത്. ദെൻ അടുത്ത് നോക്കിക്കേ, എ പോയിന്റ് ഈസ് ഓൺ എക്സ് ഇസഡ് പ്ലെയിൻ. എക്സ് ഇസഡ് പ്ലെയിനിലാണെങ്കിൽ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കല്ലേ? എക്സ് 0 ഇസഡ് എന്ന് വരില്ലേ? യെസ്. വാട്ട് ക്യാൻ യു സേ അബൌട്ട് ദി വൈ കോർഡിനേറ്റ്? വൈ ഈക്വൽ ടു 0 ആയിരിക്കും. സിമ്പിൾ അല്ലേ? ദെൻ അടുത്ത് നോക്കിയേ, അടുത്ത ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? ഡിസ്റ്റൻസ് ആണ്. എനിക്കറിയാം നമുക്ക് 2 പോയിന്റ് എ x1 y1 എന്നും ബി x2 y2 തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഡിസ്റ്റൻസ് ഫോർമുല അറിയാം. നമ്മൾ പഠിച്ചതാണ്. ഏതാ? റൂട്ട് x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദി ഹോൾ സ്ക്വയർ അല്ലെ? റൂട്ട് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1ന്റെ സ്ക്വയർ. എന്നാൽ നമ്മുടെ 3 ഡയമെൻഷണൽ ജോമെട്രിക്കകത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് എത്ര പോയിന്റ് ഉണ്ട്? ഏതൊക്കെ ആക്സിസ് ഉണ്ട്? യെസ്, എക്സ് വൈ ഇസഡ് എന്ന് പറഞ്ഞ ഒരു ആക്സും കൂടെ ഉണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ പോയിന്റ് ഏതൊക്കെയാണ് വരുന്നത്? ഇപ്പൊ പോയിന്റ് പി എന്ന് പറയുന്നത് നമുക്ക് പി ക്യൂ ആണേ. പി എന്ന് പറയുന്നത് x1 y1 z1 എന്നും ക്യൂ എന്ന് പറയുന്നത് x2 y2 z2 എന്നും ആണെങ്കിൽ നമ്മുടെ അതിന്റെ ഡിസ്റ്റൻസ് എന്ത് വരും? ഡിസ്റ്റൻസ് ഫോർമുല ഒന്നുമില്ലടാ മക്കളെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷനിലെ അതിനകത്ത് ഒരു സാധനം കൂടെ ആഡ് ആവും. എന്താണ്? യെസ്, നമ്മുടെ പുതിയ ആക്സിസിലെ യെസ് z2 മൈനസ് z1ന്റെ സ്ക്വയറും കൂടെ, z2 മൈനസ് z1ന്റെ സ്ക്വയറും കൂടെ വരും. അപ്പൊ നമ്മുടെ എന്താണ് ഇക്വേഷൻ വരുന്നത്? റൂട്ട് x2 മൈനസ് x1ന്റെ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1ന്റെ സ്ക്വയർ ദെൻ z2 മൈനസ് z1ന്റെയും കൂടെ സ്ക്വയർ. ഇത് മൂന്നൂടെ ആഡ് ചെയ്തിട്ട് അതിന്റെ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? യെസ്, നമ്മുടെ ഡിസ്റ്റൻസ് കിട്ടും. അപ്പൊ നമുക്ക് ഇത് വെച്ച് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കിയാലോ? നോക്കിയേ, ഇത് x1 y1 z1, ഇത് x2 y2 z2 എന്ന് കൊടുക്കാം. അപ്പം പി ക്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് ആദ്യം x2 മൈനസ് x1 അല്ലേ? അപ്പൊ x2 ഏതാ? -4 മൈനസ് 1 സ്ക്വയർ പ്ലസ് ഇനി y2 ഏതാ? y2 എന്ന് പറയുന്നത് 1 ആണ്, -3 ആ വരുന്നത്. y1 -3 അല്ലേ? അപ്പൊ എന്താ? പ്ലസ് മൈനസ് പ്ലസ് 3 ആവും സ്ക്വയർ പ്ലസ് അത് നോക്കിയേ 2 മൈനസ് 4ന്റെ സ്ക്വയർ. ഇനി നമുക്ക് ആൻസർ എന്ത് വരും നോക്കിയേ? -4 മൈനസ് 5. അപ്പൊ എന്താ? -4 മൈനസ് 1 എന്താ? -5 പ്ലസ് 1 പ്ലസ് 2 1 പ്ലസ് 3 4ന്റെ സ്ക്വയർ. മേളിൽ 1 പ്ലസ് 3 എന്ന് വരാൻ കാരണം എന്താ? 1 മൈനസ് 3 എന്നാണ് വന്നിരിക്കുന്നത് അല്ലെ? 1 മൈനസ് -3 എന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ നടുക്കത്തെ 2 മൈനസോടെ എന്താവും? പ്ലസ് ആവും. അപ്പൊ 1 പ്ലസ് 3 4 വരും, 4ന്റെ സ്ക്വയർ. ദെൻ 2 മൈനസ് 4 എന്ന് പറയുന്നത് എന്താണ്? യെസ്, -2ന്റെ സ്ക്വയർ. റൂട്ട് 25 ആണ്, -5ന്റെ സ്ക്വയർ, 4ന്റെ സ്ക്വയർ 16 പ്ലസ് -2ന്റെ സ്ക്വയർ 4. റൂട്ട് എന്ത് വരും മക്കളെ? റൂട്ട് 45 എന്ന് വരും. ഈ റൂട്ട് 45നെ നമുക്ക് എങ്ങനെ എഴുതാം? 3 റൂട്ട് 5 എന്ന് നമുക്ക് എഴുതത്തില്ലേ? 3 റൂട്ട് 5 വന്ന് അപ്പൊ നമ്മുടെ ആൻസർ വന്നാണ്ടോ? സെറ്റ് അല്ലേ? എളുപ്പല്ലേ ഡിസ്റ്റൻസ് ഫോർമുല? വലിയ ചേഞ്ച് ഒന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യണം? z2 മൈനസ് z1 കൂടെ
വരുന്നുള്ളൂ. ബാക്കി നമ്മുടെ പഴയ ഡിസ്റ്റൻസിന്റെ ഫോർമുല വെച്ച് തന്നെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് നോക്കിയേ, നമുക്ക് 2 ഇമ്പോർട്ടന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഫസ്റ്റ് എന്താന്ന് നോക്കിയേ, നമുക്ക് 3 പോയിന്റ് തരും. എന്നിട്ട് നമ്മുടെ അടുത്ത് പറയും ഒന്നെങ്കിൽ അത് കൊലീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറയും. ഫസ്റ്റ് കേസ് നമുക്ക് കൊലീനിയർ ആണെന്നുള്ളത് നോക്കാം. കൊലീനിയർ ആണോ എന്ന് പറയുന്നത് എന്താണ്? കൊലീനിയർ ആണോ എന്ന് ചോദിച്ചിരിക്കുന്നത് ഇപ്പൊ 3 പോയിന്റ് പി ക്യൂ ആർ, ഈ 3 പോയിന്റ് കൊലീനിയർ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 3 പോയിന്റ് ഒരേ ലൈൻ ആണോന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ പോയിന്റ്സ് ആർ സെറ്റ് ടു ബി കൊലീനിയർ ഇഫ് ദേ ആർ ഓൺ ദ ലൈൻ. ഒരു ലൈനിലാണെന്നുണ്ടെങ്കിൽ ആണ് എന്ത്, അത് തമ്മിൽ കൊലീനിയർ ആണെന്ന് നമ്മൾ പറയുന്നത്. അതിന് നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? ഈ പി ക്യൂ ആർ എന്ന് പറയുന്ന ഒരു ലൈനിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പ്രൂവ് ചെയ്യാലോ, ഈ പി ക്യൂവിന്റെ ഡിസ്റ്റൻസും ഈ ക്യൂ ആറിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ പി ആറിന്റെ ഡിസ്റ്റൻസിനോട് ഈക്വൽ ആവുകയാണെങ്കിൽ നമുക്കത് കൊലീനിയർ ആണെന്ന് പറയത്തില്ലേ? യെസ്. അപ്പം ഈ ഒരു പോയിന്റിൽ നമുക്ക് പി ക്യൂ ആർ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താ ആദ്യം കണ്ടുപിടിക്കണ്ടേ? പി ക്യൂ കണ്ടുപിടിക്കണം, ക്യൂ ആർ കണ്ടുപിടിക്കണം, ദെൻ പി ആർ കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മൾ എന്താ ചെക്ക് ചെയ്യണ്ടേ? നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം? പി ക്യൂവിന്റെ കൂടെ ക്യൂ ആർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പി ആർ കിട്ടുന്നുണ്ടോ നോക്കണം. കിട്ടുവാണെങ്കിൽ എന്താണ്? കൊലീനിയർ ആണ്. കിട്ടിയില്ലെങ്കിലോ അത് കൊലീനിയർ അല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം ആരെ നോക്കാം? യെസ്, ആദ്യം നമുക്ക് പി ക്യൂ കണ്ടുപിടിക്കാം. പി ക്യൂ കണ്ടുപിടിക്കാം. നമ്മുടെ ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് പി ക്യൂ കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരും? യെസ്, ഇതാണ് പി എന്ന് പറഞ്ഞ പോയിന്റ്, ഇതാണ് ക്യൂ എന്ന് പറയുന്ന പോയിന്റ്. അപ്പം പിയുടെ അവിടുത്തേത് x1 y1 z1 ക്യൂവിന്റെ അവിടുത്തേത് x2 y2 z2 ആണെങ്കിൽ നമുക്ക് എന്ത് വരും മക്കളെ? യെസ്, 1 മൈനസ് ഓഫ് -2 ആണ് വരുന്നത്. അപ്പൊ എന്താ? +2 ആവും അല്ലെ? +2 സ്ക്വയർ. അടുത്തതോ 2 - 3യുടെ സ്ക്വയർ പ്ലസ് 3 - 5 അല്ലേ? 3 - 5ന്റെ സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും? ഈക്വൽ ടു റൂട്ട് 1 + 2 3യുടെ സ്ക്വയർ പ്ലസ് 2 - 3 എന്ന് പറയുന്നത് -1 -1ന്റെ സ്ക്വയർ ദെൻ പ്ലസ് 3 - 5 -2 ആണ്, -2ന്റെ സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും? യെസ്, 9 + 1 + 4 ഈക്വൽ ടു എന്താ? റൂട്ട് 14 എന്ന് വരികയല്ലേ? റൂട്ട് 14 എന്ന് നമുക്ക് വരും. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? പി ക്യൂ കണ്ടുപിടിച്ചു. ഇനി ആരെ കണ്ടുപിടിക്കണം? യെസ്, ക്യൂ ആറിനെ കണ്ടുപിടിക്കണം. അപ്പൊ ക്യൂ ആർ ഏതാണ് പോയിന്റ് വരുന്നത്? ക്യൂ ആർ ഇതാണ് നമ്മുടെ ക്യൂ 1 2 3 എന്നുള്ളത്. ആർ എന്ന് പറയുന്നത് 7 0 -1. അപ്പൊ നമ്മൾ ക്യൂ ആർ കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരും? ക്യൂ ആർ ഈക്വൽ ടു റൂട്ട് ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് യെസ് 7 - 1ന്റെ സ്ക്വയർ പ്ലസ് അടുത്തത് ഓക്കെ 0 2. അപ്പൊ 0 - 2ന്റെ സ്ക്വയർ പ്ലസ് അടുത്ത നിൽക്കുന്നത് -1ഉം 3ഉം അല്ലേ? അപ്പൊ എന്താ? -1 -3യുടെ സ്ക്വയറും വരും. ഈക്വൽ ടു എന്ത് വരും ഇവിടെ മക്കളെ? ഈക്വൽ ടു റൂട്ട് 7 - 1 6 6ന്റെ സ്ക്വയർ പ്ലസ് 0 - 2 -2ന്റെ സ്ക്വയർ ദെൻ പ്ലസ് -1 -3 എന്ന് പറയുന്നത് എന്താണ്? -4ന്റെ സ്ക്വയർ ഈക്വൽ ടു 6ന്റെ സ്ക്വയർ 36 -2ന്റെ സ്ക്വയർ 4 പ്ലസ് -4ന്റെ സ്ക്വയർ 16. നമുക്ക് എന്ത് കിട്ടും? റൂട്ട് 56 എന്ന് കിട്ടില്ലേ? ഇനി ഈ റൂട്ട് 56നെ നമുക്ക് എന്ത് എഴുതാം? 2√14 എന്ന് എഴുതാലോ. 2√14 എന്ന് എഴുതത്തില്ലേ? യെസ്. അപ്പൊ നമുക്ക് ആരെയൊക്കെ കിട്ടി? പി ക്യൂനെ കിട്ടി, ക്യൂ ആറിനെയും കിട്ടി. ഇനി ഒരാളെയും കൂടെ നമ്മൾ കണ്ടുപിടിക്കണം. ഏതാണ്? യെസ്, പി ആറിനെ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ പി ആറിന്റെ പോയിന്റ് ഏതൊക്കെയാണ്? ഇത് പിയുടെ പോയിന്റ്, ഇത് ആറിന്റെ പോയിന്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പോയിന്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് വരും ഇവിടെ മക്കളെ? യെസ്, റൂട്ട് ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് എന്ത് വരും? 7ഉം -2ഉം. അപ്പൊ എന്താ? 7 -2 എന്ന് പറയുന്നത് എന്താ? 7 + 2 സ്ക്വയർ പ്ലസ് ഇനി അടുത്ത് വരുന്ന നോക്കിയേ, ഇവിടെ 0യും ഇവിടെ 3ഉം അല്ലേ? അപ്പൊ നോക്കിയേ 0 - 3യുടെ സ്ക്വയർ പ്ലസ് അടുത്തത് ഇവിടെ -1ഉം ഇവിടെ 5ഉം ആണ്. അപ്പൊ നമുക്ക് എന്ത് വരും? -1 - 5ന്റെ സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും? യെസ്, 7 + 2 എന്ന് പറയുന്നത് 9 9ന്റെ സ്ക്വയർ പ്ലസ് 0 - 3 -3യുടെ സ്ക്വയർ ദെൻ പ്ലസ് -1 -5 എന്ന് പറയുന്നത് -6 -6ന്റെ സ്ക്വയർ ഈക്വൽ ടു 9ന്റെ സ്ക്വയർ 81
പ്ലസ് -3യുടെ സ്ക്വയർ 9, ദെൻ -6ന്റെ സ്ക്വയർ 36. ഇതിന് നമുക്ക് എന്ത് കിട്ടും? റൂട്ട് 129 എന്ന് കിട്ടും. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3√13 എന്ന് എഴുതത്തില്ലേ? അപ്പൊ നമ്മൾ നോക്കിക്കോണം. നമുക്ക് PQ എന്നുള്ളത് √14 കിട്ടി, QR എന്നുള്ളത് 2√14 എന്ന് കിട്ടി, PR എന്നുള്ളത് 3√14 എന്ന് കിട്ടി. നമുക്ക് എന്തായിരുന്നു നോക്കേണ്ടത്? PQ പ്ലസ് QR എത്രയാണ്? √14 പ്ലസ് 2√14 ഈക്വൽ ടു എത്ര വരും ഇവിടെ മക്കളെ? 3√14. ഇത് ഈക്വൽ ടു എന്താണ്? PR അല്ലേ? സോ ഇതെന്താണ്? കൊലീനിയർ ആണല്ലേ? ഇത് കൊലീനിയർ ആണ്. സിമ്പിൾ ആയിട്ട് നമ്മൾ പ്രൂവ് ചെയ്തില്ലേ? സെറ്റ് അല്ലേടാ മക്കളെ? ദെൻ ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നോക്കിയേ. നമുക്ക് നേരത്തെ ചോദിച്ചെന്താ? കൊലീനിയർ ആണോ എന്ന് പ്രൂവ് ചെയ്യാനായിട്ടാണ്. ഇവിടെ നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ് വെർട്ടിസസ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണോ? നമുക്ക് 3 പോയിന്റ് ABC തന്നിട്ടുണ്ട്. ചോദിക്കുകയാണ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണോ എന്ന്. ഇവിടെ നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്കറിയാം A² പ്ലസ് B² എന്ന് പറയുന്നത് എന്തായിരിക്കും? C² ആയിരിക്കും അല്ലേ? വലിയ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് ബാക്കി 2 സൈഡ്സിന്റെ സ്ക്വയറിനോട് ഈക്വൽ ആയിരിക്കും അല്ലേ? യെസ്, ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ബാക്കി 2 സൈഡുകളുടെ സ്ക്വയറിനോട് ഈക്വൽ ആയിരിക്കും. അപ്പൊ എന്താ? A² പ്ലസ് B² ഈക്വൽ ടു C². ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ആരെയൊക്കെ കണ്ടുപിടിക്കണം? AB, BC, CA. അപ്പൊ നോക്കിയേ, നമുക്ക് സ്ക്വയർ ആണ് വേണ്ടത് അല്ലെ? അപ്പൊ നമ്മൾ AB-യുടെ BC-യുടെയും CA-യുടെയും ഒക്കെ എന്താണ്? സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കിയേ, സ്ക്വയർ അല്ലേ വെച്ചല്ലേ നമ്മൾ നോക്കേണ്ടത്. അപ്പൊ നോക്കിയേ, അപ്പൊ നമ്മൾ സ്ക്വയർ വെച്ച് കണ്ടുപിടിക്കുമ്പോൾ AB-യുടെ സ്ക്വയർ ഒന്നുമില്ല, നമ്മുടെ സെയിം ഫോർമുല തന്നെ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ഈ റൂട്ടില്ലേ, ഈ റൂട്ട് അങ്ങ് മാറ്റിയാൽ പോരെ? ഈ റൂട്ട് നമ്മളങ്ങ് മാറ്റിയാൽ പോരെ? ബാക്കി x2 മൈനസ് x1 സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 സ്ക്വയർ പ്ലസ് z2 മൈനസ് z1 സ്ക്വയർ എടുത്താൽ മതിയല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കിയേ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ആദ്യം നമുക്ക് AB കാണാം. A ഏതാ മക്കളെ പോയിന്റ്? ഏതാണ്ട് ഇതാണ് നമ്മുടെ A എന്ന് പറയുന്ന പോയിന്റ്, ഇത് B എന്ന് പറയുന്ന പോയിന്റ്. അപ്പൊ ഇങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ AB-യുടെ സ്ക്വയർ എന്ത് വരും? നമ്മുടെ റൂട്ടില്ലാതെ ബാക്കി എന്താണ്? ദാണ്ടേ 10 മൈനസ് 3യുടെ സ്ക്വയർ പ്ലസ് അടുത്ത വന്നിരിക്കുന്ന യെസ് 20യും 6 അല്ലേ? അപ്പൊ 20 മൈനസ് 6ന്റെ സ്ക്വയർ പ്ലസ് അടുത്തത് 30യും 9 വന്നേക്കുന്നത്. അപ്പം 30 മൈനസ് 9ന്റെ സ്ക്വയർ ഈക്വൽ ടു 7 സ്ക്വയർ പ്ലസ് 14 സ്ക്വയർ പ്ലസ് 21ന്റെ സ്ക്വയർ വരും അല്ലെ? 10 മൈനസ് 3 7, 20 മൈനസ് 6 14, ദെൻ 30 മൈനസ് 9 21 ഈക്വൽ ടു എന്ത് വരും? 7ന്റെ സ്ക്വയർ 49, 14ന്റെ സ്ക്വയർ 196, ദെൻ 21ന്റെ സ്ക്വയർ 441 ഈക്വൽ ടു എത്ര വരും മക്കളെ? 686 എന്ന് വരും. 686 എന്ന് വരും അല്ലേ? ദെൻ അടുത്ത് നോക്കിക്കേ, അടുത്ത് നമ്മൾ ആരെ കണ്ടുപിടിക്കേണ്ടത്? യെസ്, BC-യുടെ സ്ക്വയർ കണ്ടുപിടിക്കണ്ടേ? BC-യുടെ സ്ക്വയർ. B-യുടെയും C-യുടെയും പോയിന്റ് ഏതൊക്കെയാണ്? BC ഏതൊക്കെയാണ്? അതാണ്ട് ഇത് B, ദെൻ ഇത് C. അപ്പോഴത്തേക്കും നമ്മുടെ പോയിന്റ് ഏതാ ഇക്വേഷൻ വെച്ച് ഇടുമ്പോഴത്തേക്കും വരുന്നത്? റൂട്ട് കളഞ്ഞിട്ട് ബാക്കി 25 മൈനസ് 10ന്റെ സ്ക്വയർ പ്ലസ് ബാക്കി -41ഉം 20 ഉണ്ട് അല്ലേ? അപ്പൊ എന്ത് വരും? -40 മൈനസ് 20യുടെ സ്ക്വയർ പ്ലസ് ബാക്കി എന്താ മക്കളെ ഉള്ളത്? ഏതാണ്ട് ഇവിടെ ഒരു 30 ഉണ്ട്, ഇവിടെ ഒരു 5 ഉണ്ട് അല്ലേ? അപ്പൊ എന്താ? 5 മൈനസ് 30യുടെ സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും? യെസ്, 15. 25 മൈനസ് 10 എന്ന് പറയുന്നത് 15 അതിന്റെ സ്ക്വയർ പ്ലസ് -40 മൈനസ് 20 എത്ര വരും ഇവിടെ മക്കളെ? -41 അല്ലേ? -41 ആണേ, ഇവിടെ 41 ആണ്. ഇപ്പൊ എന്ത് വരും? -61 അതിന്റെ സ്ക്വയർ പ്ലസ് 5 മൈനസ് 30 എന്ന് പറയുന്നതോ -25 അതിന്റെ സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും? യെസ്, 15ന്റെ സ്ക്വയർ 225 പ്ലസ് -61ന്റെ സ്ക്വയർ 3721 പ്ലസ് -25ന്റെ സ്ക്വയർ വരുന്നത് 625 ഈക്വൽ ടു എത്ര വരും? 4571 നമുക്ക് ആൻസർ വരും. നമ്മൾ ഏതൊക്കെ കണ്ടുപിടിച്ചു? AB-യുടെ സ്ക്വയർ കണ്ടുപിടിച്ചു, BC-യുടെ സ്ക്വയർ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഒരാളെ കൂടെ കണ്ടുപിടിക്കാം. CA കണ്ടുപിടിക്കണം അല്ലെ? CA-യുടെ സ്ക്വയർ കണ്ടുപിടിക്കണം. CA-യുടെ സ്ക്വയറിനെ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ CA-യുടെ സ്ക്വയറിന്റെ പോയിന്റ് ഏതൊക്കെയാണ് മക്കളെ? നോക്കിയേ, ഇത് C, ഇത്
എ. അപ്പം ആദ്യത്തെ ഏതാ നമ്മുടെ 25 ഉണ്ട് 3 ഉണ്ട്. അപ്പൊ എന്ത് വരും? യെസ്, 3 മൈനസ് 25ന്റെ സ്ക്വയർ പ്ലസ് അടുത്തതോ നമ്മുടെ 6 ഉണ്ട് മൈനസ് 41 ഉണ്ട്. അപ്പൊ നോക്കിയേ 6 മൈനസ് ഓഫ് മൈനസ് 41 അല്ലേ, അപ്പൊ നമുക്ക് എന്ത് വരും? പ്ലസ് 41 അതിന്റെ സ്ക്വയർ പ്ലസ് അടുത്ത് നോക്കിയേ 9 ഉണ്ട് 5 ഉണ്ട്. അപ്പൊ എന്താ? 9 മൈനസ് 5ന്റെ സ്ക്വയർ ഈക്വൽ ടു 3 മൈനസ് 25 വരുന്നത് മൈനസ് 22 വരും സ്ക്വയർ പ്ലസ് 6 പ്ലസ് 41 46 അതിന്റെ സ്ക്വയർ 47. 6 പ്ലസ് 41 അല്ലേ, 41 വരുമ്പോഴത്തേക്കും 47 അതിന്റെ സ്ക്വയർ പ്ലസ് 9 മൈനസ് 5 മൈനസ് 4ന്റെ സ്ക്വയർ വരും. ഇനി നോക്കിയേ മൈനസ് 22ന്റെ സ്ക്വയർ എത്ര വരുന്നത്? 484 പ്ലസ് 47ന്റെ സ്ക്വയറോ 2209 പ്ലസ് മൈനസ് 4ന്റെ സ്ക്വയർ 16. ഇനി ആൻസർ എന്ത് കിട്ടും മക്കളെ? ടോട്ടൽ ചെയ്യുമ്പോൾ യെസ് 2709. ഇനി ഇവിടെ നോക്കിക്കേ, ഇതണ്ടേ നമുക്ക് ബി സ്ക്വയർ കിട്ടി, എ ബി സ്ക്വയർ കിട്ടി, ബി സി സ്ക്വയർ കിട്ടി, എ സി സ്ക്വയർ കണ്ടുപിടിച്ചു. ഇവിടെ നോക്കിയേ, ഇവിടെ ഏറ്റവും വലിയ സൈഡ് ഏതാ? വലിയ ആൻസർ കിട്ടിയേക്കുന്നത് നോക്കി ഇവിടെ അല്ലേ, ഇതാണ് നോക്കി ബി സി അല്ലേ, ബി സിയുടെ സ്ക്വയർ അല്ലേ 4571 ബി സിയുടെ സ്ക്വയർ. ഇത് എ സ്ക്വയറിന്റെയും എ ബിയുടെ സ്ക്വയറിന്റെയും സമ്മിനോട് ഈക്വൽ ആണോ? അല്ല. ആണോ? അതെ 7571 എന്ന് പറയുന്നത് ഈ 2709നും 689നും സം ചെയ്യുമ്പോൾ കിട്ടുമോ? ഇല്ല, നോട്ട് ഈക്വൽ ആണ്. അപ്പൊ സോ ഇതെന്താണ്? നോട്ട് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ല അല്ലേ? അപ്പൊ നമ്മൾ അതും പ്രൂവ് ചെയ്തു. അപ്പൊ നോക്കിയേ, ഈ ഒരു ചാപ്റ്ററിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിക്ക ക്വസ്റ്റ്യൻസും കോൺസെപ്റ്റുകളും നമ്മൾ കവർ ചെയ്തു. അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് ഓക്കെ അല്ലേ? സെറ്റിൽ ഇടാം മക്കളെ. അപ്പൊ മിസ് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.